സാധാരണ ചെറുത് വളരെ വളരെ വിരളമായ നമ്മുടെ വിരലിൽ എണ്ണാവുന്ന 10 ആൾക്കാരുമായിട്ട് മാത്രം വളരെ സിമ്പിള്, വളരെ ചെറിയൊരു തോതിലുള്ള ആൾക്കാർ, നമ്മുടെ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രം. 1 2 3 4 5 6 7 8 9 10. സിമ്പിള്, ചെറിയത്. എന്താന്നാണോ കണ്ടോക്ക്. ക്രഷ് തോന്നി. ഞാൻ എന്ത് ചെയ്തു, എന്താ പറയുക, ഞാൻ അവരുമായിട്ട് സെക്ച്വൽ കോൺടാക്റ്റിൽ ഏർപ്പെട്ടു. വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട്. അപ്പം വളരെ കുറച്ച് സെക്ച്വൽ റിലേഷൻഷിപ്പ്. വളരെ സിമ്പിള്. 10 പേരുമായിട്ട് ചേച്ചി അങ്ങനെ ഒരു സമ്പർക്കത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാ പറയുന്നത്. വിരലിൽ എണ്ണാവുന്ന 10 പേര്. ചേച്ചി പറയുന്ന മുമ്പ് ആണുങ്ങളെ എനിക്കിഷ്ടമല്ല, അവന്മാരോട് മിണ്ടാൻ പറ്റില്ല, അവന്മാർ കൊള്ളത്തില്ല. പക്ഷെ ഈ വിരലിൽ എണ്ണാവുന്ന 10 പേരുമായിട്ട് എന്തായിരുന്നു? ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഈ വീട്ടുവിശേഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും. മീൻ വാങ്ങിയോ, അരി വാങ്ങിയോ, നാളെ എന്താ കറി വെക്കുന്നത്, ചോറ് ഏതാ വെക്കുക, ചമ്പാവരിയാണോ, റേഷൻ അരിയാണോ, പാലക്കാടൻ മട്ടയാണോ, ഇതൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ആയിരിക്കാം. ചിലപ്പോൾ നാളെ മീൻ മേടിച്ചുകോ, അല്ലെങ്കിൽ നാളെ സാമ്പാർ വെക്കണോ, അല്ലെങ്കിൽ അരി വെക്കണോ, അല്ലെങ്കിൽ പാലക്കാടൻ മട്ടയും നല്ല മീൻ പൊരിച്ചതും സാമ്പാറും ചോറും പരിപ്പ് കറിയും വെക്കണോ എന്നൊക്കെ ആയിരിക്കും ഈ 10 പേരുമായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? 10 പേരോട് ഇതൊക്കെ തന്നെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ചിലര് പിന്നെ ചട്ടി ചൂടായത് കൊണ്ട് ദോശയും ചുട്ടിട്ട് പോയിട്ടും ഉണ്ടാവും അല്ലേ? സിമ്പിൾ. സിമ്പിളായ 10 പേരുമായിട്ട് വളരെ മൃദുലമായ സമീപനങ്ങളോട് കൂടിയിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ചേച്ചി പറയുന്നത്. ഒന്നും പറയാനില്ല, എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ആ 10 പേരിൽ ആരൊക്കെയാടേ? നിങ്ങളാരെങ്കിലും ഉണ്ടാടേ? നമ്മളില്ലേ, നമ്മൾ ഈ പഞ്ചായത്തുകാരനല്ലേ, നമ്മള് പോണേ. 10 പേര്. 1 2 3 4 5 6 7 8 9 10. വിരലിൽ എണ്ണാവുന്ന ചെറിയ സംഖ്യ. ചെറുത്, ചെറിയ സംഖ്യ. ആർക്കും സംശയമില്ലാത്ത രീതിയിൽ 10 ആൾക്കാരുമായിട്ട് എന്തെങ്കിലും ഒരു കലാപരിപാടി, കുൽസിത പരിപാടിയൊക്കെ നടത്തിയിട്ടുള്ളതെന്നൊക്കെയാണ് പറയണത്. വളരെ സിമ്പിള്, ചെറുത്. ചട്ടി ചൂടായി കിടന്നപ്പോ ആരോ വന്ന് ദോശ ചുട്ടിട്ട് പോയി, അത്രയോ. വേറെന്താ പറയാനാ? സുഖല്ലേ? ആണുങ്ങളോട് വിരോധമുള്ള ആളാണ്. എങ്ങനാ? ആണുങ്ങളോട് വിരോധമുള്ള ആളാണ് കേട്ടോ. ആണുങ്ങളെ കണ്ടൂടാ, കണ്ണെടുത്താൽ കണ്ടൂടാ. കണ്ണൊക്കെ അടച്ചിട്ടിട്ടുണ്ടാവൂല്ലേ? പറയാനില്ല. ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ല്. ഹാ